പ്രവാസ ലോകത്തെ പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന നമസ്തേ അറേബ്യയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലായാലും ഗൾഫിലായാലും യാത്രയെ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ മലയാളികൾ. അങ്ങനെ യാത്ര ഇഷ്ടപ്പെടുന്ന മലയാളികൾക്കായി UAEയിൽ ഒരു കിടിലൻ സ്പോട്ടുണ്ട്. അബുദാബിയിലെ സിർബനിയസ് ദ്വീപ് ഒരു അത്ഭുത കാഴ്ചയാണ്. ആ കാഴ്ചകൾ കാണാം. യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാകില്ല. യാത്രയേക്കാൾ പ്രധാനമാണ് യാത്ര പോകാനായി തിരഞ്ഞെടുക്കുന്ന സ്ഥലം. കാരണം ജീവിതം തന്നെ ചില യാത്രകൾ മാറ്റിമറിച്ചേക്കാം. അങ്ങനെ ഒരു വ്യത്യസ്തമായ അനുഭവം സമ്മാനിക്കുന്ന ഒരിടം UAEയിലുമുണ്ട്. ആഫ്രിക്കൻ സഫാരി അനുസ്മരിപ്പിക്കുകയാണ് അബുദാബിയിലെ സിർബനിയസ് ഐലൻഡ്. UAE രാഷ്ട്രപിതാവ് ഷെയ്ഖ് സയദിന്റെ സ്വകാര്യ ദ്വീപ് എന്നറിയപ്പെട്ടിരുന്ന സിർബനിയസ് ദ്വീപ് ഇന്ന് പ്രകൃതിദത്ത വന്യജീവി സങ്കേതമാണ്. ലക്ഷക്കണക്കിന് മരങ്ങളും ആയിരക്കണക്കിന് വന്യജീവികളുമായി സഞ്ചാരികളെ കാത്തിരിക്കുകയാണ് ഐലൻഡ്. റോഡ് മാർഗ്ഗം യാത്ര ചെയ്യുന്നവർക്ക് അബുദാബിയിൽ നിന്ന് 250 കിലോമീറ്ററോളം ദൂരം യാത്ര ചെയ്ത് ജബൽദാനയിലെത്തിയാൽ അവിടെ നിന്ന് ബോട്ടിൽ ദ്വീപിലെത്താം. ഉല്ലാസയാത്ര മാത്രം നടത്താനും ദ്വീപിലെ ഹോട്ടലുകളിൽ റിസോർട്ടുകളിൽ താമസിക്കാനും മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ജബൽദാന ജെട്ടിയിൽ നിന്ന് സിർബനിയസ് ദ്വീപിലേക്ക് പ്രവേശനം ലഭിക്കുക. ദ്വീപിലേക്കുള്ള കടൽയാത്രയും അതിമനോഹരം. മലയാളി പങ്കാളിത്തമുള്ള ഹോളിഡേ പാണ്ഡ്യയാണ് സാധാരണക്കാർക്കും നയനമനോഹര കാഴ്ചകൾ ആസ്വദിക്കാൻ അവസരമൊരുക്കുന്നത്. സിർബനിയസ് എന്ന് പറയുന്നത് ഒരു അബുദാബിയിലെ തന്നെ ഒരു വൺ ഓഫ് ദ ഹിഡൻ ജെം ആണെന്ന് നമുക്ക് പറയാം. കാരണം ഇവിടെ ഇത്രയും വർഷങ്ങൾക്കിടയിൽ പബ്ലിക്കിന് ആക്സസ് ഉണ്ടായിരുന്ന വളരെ കുറച്ച് നാളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് പബ്ലിക്കിന് വളരെ ഈസി ആയിട്ട് ഇവിടെ വരാൻ സാധിക്കും. ആഫ്രിക്കൻ സഫാരി അനുസ്മരിപ്പിക്കുന്ന യാത്രാനുഭവം കുറഞ്ഞ ചെലവിൽ ലഭ്യമാകുമെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. 17,000-ഓളം വന്യജീവികൾ സ്വതന്ത്രമായി വിഹരിക്കുന്ന ദ്വീപിലൂടെ തുറന്ന വാഹനത്തിലുള്ള സഞ്ചാരം വ്യത്യസ്തമായ അനുഭൂതി സമ്മാനിക്കും. അബുദാബിയിൽ ആദ്യ നിവാസികളായ ബെനിയസ് ഗോത്രത്തിനോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ ദ്വീപിന് സിർബനിയസ് എന്ന നാമം നൽകിയത്. UAEയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപുകളിലൊന്നായ സിർബനിയസ് ദ്വീപ് അബുദാബിയുടെ തെക്ക് പടിഞ്ഞാറായി 170 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. 87 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ ദ്വീപ് അറേബ്യയിലെ ഏറ്റവും വലിയ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. 1971-ൽ ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാനാണ് സിർബനിയസിനെ വന്യജീവി സംരക്ഷണ കേന്ദ്രമാക്കി മാറ്റിയത്. ഇന്ന് ഈ പ്രദേശം 10,000-കണക്കിന് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ആവാസ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. കൂടാതെ മരുഭൂമികളെ ഹരിതവൽക്കരിക്കുന്ന പദ്ധതിയിലൂടെ സിർബനിയസ് ലക്ഷക്കണക്കിന് മരങ്ങളും ചെടികളും ഒക്കെയായി സമ്പന്നമായ ഒരു ഭൂപ്രദേശമായി മാറി. ഷെയ്ഖ് സയ്യിദിൻ്റെ വലിയൊരു ഡ്രീം ഉണ്ടായിരുന്നു, ഗ്രീനിങ് ദ ഡെസേർട്ട്. ഇവിടെ ലോകത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള എൻഡേഞ്ചർ ആയിട്ടുള്ള അനിമൽസിനെ എല്ലാം ഈ സിർബനിയസ് ഐലൻഡിൽ കൊണ്ടുവന്ന് അതിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ള വലിയൊരു ഡ്രീം. അങ്ങനെ ഏകദേശം 1971-ൽ അദ്ദേഹം ഇത് ഒരു പ്രിസർവായിട്ട് ഒരു കൺസർവേഷനായിട്ട് എഫേർട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഏകദേശം 17,000-ഓളം അനിമൽസ് ഇതിൻ്റെ അകത്തുണ്ട്, ഇൻക്ലൂഡിങ് നമ്മൾ നാട്ടിലൊന്നും കാണില്ലാത്ത ടൈപ്പ് ജിറാഫ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗസേൽസ്, ഓറിക്സ്, അറേബ്യൻ ഓറിക്സ്, അതുപോലെ ചീറ്റ, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അനിമൽസ്. ഏകദേശം ഒരു 17,000-ഓളം ഓപ്പണായിട്ട് തുറന്നു വിട്ടിട്ടുള്ള അനിമൽസിനെ നമുക്ക് വൈൽഡ് ലൈഫ് സഫാരിയിൽ കാണാം. തുറന്ന വാഹനത്തിലുള്ള 2.5 മണിക്കൂർ നീളുന്ന സഫാരിയാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം. അറേബ്യൻ ഓറിക്സ്, സൊമാലി നൊട്ടോപക്ഷി, മയിൽ,
ഗസൽ, മാൻ, റെഗുലേറ്റഡ് ജിറാഫുകൾ, ചീറ്റ എന്നിവയൊക്കെ ഈ യാത്രയിൽ കാണാം. വംശനാശ ഭീഷണി നേരിടുന്ന വിവിധതരം ആന്റിലോപ്പുകളും അറേബ്യൻ ഓറിക്സിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടവും സാൻഡ് ഗസൽ, മൗണ്ടൻ ഗസൽ ഉൾപ്പെടെ ഏകദേശം 30 സസ്തനികളും ഇവിടെയുണ്ട്. ദ്വീപിൽ കാണപ്പെടുന്ന 100-ലധികം ഇനം കാട്ടുപക്ഷികളിൽ പലതും തദ്ദേശീയ പക്ഷികളാണ്. ഈ കാണുന്ന മൃഗങ്ങളിൽ പലതും ഷെയ്ഖ് സയ്യിദിന് ഓരോ രാജ്യത്തെയും ഭരണാധികാരികൾ സമ്മാനമായി നൽകിയതാണ്. മെയിൻലി പല രാജ്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ഗിഫ്റ്റഡായി കിട്ടിയ ആനിമൽസാണ് ഇവിടെ ഉള്ളത്. ഉഗാണ്ടയുടെ ദേശീയ പക്ഷിയുണ്ട്, ഇന്ത്യയുടെ ദേശീയ പക്ഷിയായിട്ടുള്ള മയിലുണ്ട്, ഇന്ത്യൻ ഡീർസുകളുണ്ട്, ആഫ്രിക്കൻ ഗസേലസുകളുണ്ട്, പിന്നെ ജിറാഫ്സ് ഉണ്ട്, ഒരുപാട് പക്ഷികളുണ്ട്. അതേപോലെ ചീറ്റ ഉണ്ട്. ചീറ്റനെ നമ്മൾ ഫെൻസിങ്ങിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു 10,000-ഓളം മൃഗങ്ങൾ ഈ ഐലൻഡിലുണ്ട്. അപ്പോൾ ഫ്രീ റോമിംഗ് ആണ്. മറ്റ് UAE ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് ഇത്. ഇറ്റ്സ് നോട്ട് എ സൂ. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മൃഗങ്ങളിങ്ങനെ വളരെ റോം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം അത് പോകുന്ന വഴിയിൽ. ചരിത്ര താൽപര്യർക്കും ഈ ദ്വീപിൽ ആകർഷണീയമായ കാര്യങ്ങളുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്നു. പേർഷ്യൻ ചർച്ച് വിഭാഗത്തിൽപ്പെട്ട AD 600-ൽ സ്ഥാപിതമായ ഒരു ക്രൈസ്തവ സന്യാസ വിഹാര കേന്ദ്രത്തിന് തെളിവുകൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കയാക്കിംഗ്, നീന്തൽ ഉൾപ്പെടെ ബീച്ച് വിനോദങ്ങൾക്കും ഒട്ടനവധി സാഹസിക വിനോദങ്ങൾക്കും അവസരം ഇവിടെയുണ്ട്. ഇതിനു പുറമെ കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. ഒരു പകൽ മുഴുവൻ പ്രകൃതിയുടെ മനോഹാരിതയിൽ കഴിയാം. രാത്രി തങ്ങേണ്ടവർക്ക് അതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. എനിക്കൊരു ഐഡിയ ഇല്ല എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അവരത് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ബിക്കോസ് ദിസ് ഇസ് എ ഡെസേർട്ട്. ഇവിടെ ഒത്തിരി വർഷം ആൾക്കാർ താമസിച്ചിരുന്നു. പിന്നെ അവരത് ട്രീസ് വെച്ച് പിടിപ്പിച്ചു. ഹൗ ദേ ബ്രിങ് വാട്ടർ ഫ്രം ദ സീ ടു ടു ഗിവ് ദ ആനിമൽസ് ആൻഡ് ഓൾ. പിന്നെ ആനിമൽസിനെ പറ്റി അവർ പറഞ്ഞു തരുന്നു. ദ ഗൈഡ് ഇൻ ദ കാർ ഇതാണ് ആനിമൽസ്, ഇത് വെറൈറ്റിയാണ് ഇവിടെ കാണുന്നു. ഓസ്ട്രിച്ച്, എമു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമൽസ് വേദ റൈറ്റ്. സോ അവരെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നു. അബൌട്ട് ക്രിസ്ത്യാനിറ്റിയാണ് ആദ്യം ഉണ്ടായിരുന്നത്, അതിനെപ്പറ്റി പറയുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു വർത്തായിട്ട് തോന്നി. ഭയങ്കര കുറേ ഇൻഫർമേഷൻസ് അവർ പറഞ്ഞു തരുന്നു. ഭയങ്കര വർത്തായിട്ട് തോന്നി. വൈവിധ്യമാർന്ന അനുഭവങ്ങളും കാഴ്ചകളും സമ്മാനിച്ച് സെർബിനിയ ഐലൻഡ് സഞ്ചാരികളെ കാത്തിരിക്കുകയാണ്.